നമസ്കാരം, ഞാൻ നിങ്ങളുടെ സുഹൃത്ത് ജോസ് ചെലപ്പൻ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പലപ്പോഴും കോൺഗ്രസ് തകർന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. അത് ഇപ്പോഴും പല കാര്യങ്ങളും തുടരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിൽ ഒരു അച്ചടക്ക മനോഭാവമില്ല, അതോടൊപ്പം ഒരു ക്യാപ്റ്റൻ നിയന്ത്രണ സംവിധാനങ്ങളില്ല. ക്യാപ്റ്റൻ നിയന്ത്രണ സംവിധാനം എന്ന് വെച്ചാൽ ഇപ്പോൾ എൽ.ഡി.എഫിൽ നടക്കുന്ന പോലെയുള്ളതല്ല, അല്ലാതെയുള്ള ഒരു സംഘടിതമായ ശക്തി കോർഡിനേഷൻ കഴിവില്ലായ്മയുണ്ട്. മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസിൽ ഒരുപാട് ഘടകകക്ഷികൾ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഈ ഘടകകക്ഷികൾക്കെല്ലാം ഒരുപാട് സ്വാതന്ത്ര്യവും ഒരുപാട് സാധ്യതകളും ഒരുക്കി കൊടുക്കും കോൺഗ്രസ്. പക്ഷേ ഈ ഘടകകക്ഷികളിൽ ഇന്ന് പല ഘടകകക്ഷികളും എൽ.ഡി.എഫിൻ്റെ ഭാഗമായി നിൽക്കുന്നു. അതിൽ പ്രധാനമായും അപ്പന്മാർ കൊണ്ടുവന്ന ആ ഘടകകക്ഷികൾ അവരുടെ മക്കൾ ഇന്ന് എൽ.ഡി.എഫിൻ്റെ ഭാഗമാണ്. അതിൽ പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രീ മാണി ഗ്രൂപ്പ്, ശ്രീ ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ്, ശ്രീ എം.പി. രാഘവൻ ഗ്രൂപ്പ്, ഇവരുടെ മക്കളെല്ലാം ഇപ്പോൾ എൽ.ഡി.എഫിൻ്റെ ഭാഗമാണ്. അതുകൂടാതെ കേരളത്തിലെ 2 മുഖ്യമന്ത്രിമാരുടെ മക്കൾ അതും ഈ പറയുന്ന പോലെ അധികാരത്തിന് വേണ്ടി മറ്റൊരു പാർട്ടിയിൽ അഭയം തേടി. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. തുടർന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മുഖ്യൻ്റെ മകൻ്റെ ഈ സാഹസികത. സദാ